MP എന്നുള്ള നിലയിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് വിദേശത്ത് പോയതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ നിന്നും വിമർശനം കേൾക്കേണ്ടി വന്ന ശശി തരൂർ തിരികെ എത്തിയപ്പോൾ പാർട്ടിയെ പ്രകോപിപ്പിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിച്ച ജയറാം രമേശിനെതിരെ തരൂരിന് കടുത്ത അമർശമുണ്ട്. ജയറാം അടങ്ങുന്ന പാർട്ടിയിലെ കിച്ചൺ ക്യാബിനറ്റിന് തനിക്കെതിരെ നീക്കം നടത്തുന്നു എന്നുള്ളതാണ് തരൂരിനുള്ള ഒരു വികാരം. തന്നോട് നേരിട്ട് വസ്തുതകൾ തിരക്കാതെയാണ് ഇത്തരം നീക്കങ്ങൾ എന്നുള്ളതാണ് തരൂരിനെ പ്രകോപിപ്പിക്കുന്നത്. എന്നാൽ വിദേശ പര്യടനം കഴിഞ്ഞ് തിരികെ എത്തിയ തരൂർ പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കുന്ന ഒരു കാര്യവും ചെയ്തിട്ടുമില്ല. പാർട്ടിക്കുള്ളിൽ തരൂരിനെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗമാണുള്ളത്. ഇവർ തരൂരിനെ തള്ളരുത് എന്നുള്ള പക്ഷക്കാരാണ്. ഇതോടെ ഹൈക്കമാൻഡും സംയമന പാതയിൽ തന്നെയാണുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ കൂടി പോലും തരൂരിനെ വിമർശിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്ര നടപടികൾക്കും പിന്തുണ പ്രഖ്യാപിച്ച ശശി തരൂർ കോൺഗ്രസ് നിലപാടിനോട് 2 ദിവസം മുൻപ് വരെ വിയോജിപ്പായിരുന്നു. ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കയുടെ റോൾ എന്താണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം കേന്ദ്രത്തോട് ചോദിക്കുകയാണ്. മൂന്നാമതൊരു രാജ്യത്തിന് പങ്കില്ല എന്ന് മറുപടി പറഞ്ഞത് തരൂരാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുവാനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നുള്ള കോൺഗ്രസിന്റെ ആവശ്യം ശശി തരൂർ ഏറ്റുപിടിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കോൺഗ്രസിന്റെ പരമോന്നത സമിതി അംഗമായിട്ട് പോലും അതൊന്നും പരിഗണിക്കാതെ ഉദിത് രാജ്, പവൻ ഖേഡ, ജയറാം രമേശ് എന്നിവർ തരൂരിനെ പരസ്യമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ അവഗണനയും കുറ്റപ്പെടുത്തലും തുടർന്നാൽ പാർട്ടി വിടാൻ തന്നെ തരൂർ ഒതുങ്ങിയത് തന്നെയാണ്. എന്നാൽ തരൂർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചാൽ മതേതര ചേരിയെ ദുർബലപ്പെടുത്തുമെന്ന് സുഹൃത്തുക്കളും അക്കാദമീഷ്യന്മാരും തരൂരിനെ ഉപദേശിച്ചിരിക്കുകയാണ്. UK, റഷ്യ എന്നീ രാജ്യങ്ങളിലെ പരിപാടികളിൽ പങ്കെടുത്തതിനു ശേഷം 18-ന് മടങ്ങിയെത്തും. അതുവരെ തരൂർ മൗനം തന്നെ പാലിക്കുന്നതായിരിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF പ്രചാരണത്തിന് AICC പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ എത്തില്ല എന്നുള്ളതും ഉറപ്പായ കാര്യം തന്നെയാണ്. AICC, KPCC നേതാക്കളും തരൂരുമായി അകന്നു നിൽക്കുക തന്നെയാണ്. നിലമ്പൂരിൽ KPCC തയ്യാറാക്കിയ പ്രചാരകരുടെ പട്ടികയിൽ തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. തരൂർ ആവശ്യപ്പെട്ടാൽ പേര് ചേർക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് നേതാക്കൾ ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു. AICC-യിൽ ക്ഷണിതാക്കളായ നേതാക്കളടക്കം ഇവിടെ പ്രചാരണത്തിലുണ്ട്. കേരളത്തിലെ ഒരു പ്രധാന നേതാവും നിലമ്പൂരിൽ നിന്ന് വിട്ടു നിൽക്കരുത് എന്നുള്ള നിർദ്ദേശം ഉള്ളപ്പോഴാണ് തരൂരിന് മാത്രം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തന്നെ കുറിച്ച് അനാവശ്യ പ്രചാരണം നടത്തുന്നതിലും പ്രചാരണത്തിൽ പങ്കെടുക്കാത്തതിലും തരൂരിനും അമർഷം കൂടെയുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം 17 വരെ UK-യിലാണ് പരിപാടികൾ. എങ്കിലും പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിലമ്പൂരിൽ എത്തിയേനെ എന്നാണ് തരൂരിനൊപ്പമുള്ളവർ പറയുന്നത് തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിവിധ രാജ്യങ്ങളിൽ തരൂർ പോയത് കോൺഗ്രസ് വിലക്ക് ലംഘിച്ചു തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചും കോൺഗ്രസ് നിലപാടിനെ പിന്തുണച്ചല്ല തരൂർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. തരൂർ ഉൾപ്പെടെ വിദേശത്ത് പോയ കോൺഗ്രസ് MP-മാർക്ക് പരസ്യ പ്രതികരണത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം അതിന് പിന്നാലെ തരൂരിന് പ്രധാന പദവി നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. വിദേശ രാജ്യങ്ങളുമായുള്ള ആശയ സംവിധാനത്തിന് ഇന്ത്യ പുതിയ സമിതി ഉണ്ടാക്കും. തരൂരിനാകും ഈ സമിതിയുടെ അധ്യക്ഷ പദം ലഭിക്കുന്നത്. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദത്തിന് തുല്യമാകും ഈ പദവി. അതിനിടെ ഇത് തരൂർ ഏറ്റെടുക്കുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. പാർട്ടി അനുമതിയോടെ അതിന് സാധിക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അതായത് കോൺഗ്രസും തരൂരും പുതിയ പദവിയുടെ പേരിൽ തെറ്റാനുള്ള സാധ്യത വളരെ ഏറെയാണ്. വിദേശ രാജ്യങ്ങളുമായുള്ള പുതിയ സമിതിയെ കുറിച്ച് കോൺഗ്രസിനും സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഈ സമിതിയിൽ രാഷ്ട്രീയമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ പാർട്ടിക്കാരും അതുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം മോദി നൽകിയ വിരുന്നിലും താരമായത് UN-ന്റെ മുൻ അണ്ടർ സെക്രട്ടറി ജനറലായ തരൂര് തന്നെയായിരുന്നു. തരൂരിന് UN-ൽ പ്രവർത്തിച്ചതിന്റെ വലിയ സൗഹൃദം ലോക രാജ്യങ്ങളിലുണ്ട്. രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിച്ഛായ കൂട്ടാൻ ഇത് ഉപയോഗിക്കാനാണ് മോദിയുടെ നീക്കം. ഇതിനൊപ്പം കോൺഗ്രസിനുള്ളിലെ പരിഭവങ്ങൾ വലുതാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും നടക്കുകയും ചെയ്യും. രാഹുൽ ഗാന്ധിയുമായി തരൂർ കടുത്ത ഭിന്നതയിലാണ് ഇപ്പോഴുള്ളത്.